സമാധാനം ഉണ്ടാക്കണം. നമ്മൾ സമാധാനം എങ്ങനെയുണ്ടാവുക? ആവശ്യങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലേ? സമാധാനം ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുമ്പോഴല്ലേ സമാധാനം ഉണ്ടാവുന്നു. അപ്പൊ ആവശ്യങ്ങൾ നടക്കാൻ നമുക്ക് എന്ത് വേണം? തടസ്സങ്ങൾ പാടില്ല അല്ലേ? ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ തടസ്സങ്ങൾ പാടില്ല. തടസ്സങ്ങൾ വരാതിരിക്കാൻ എന്ത് വേണം? അനുഗ്രഹം വേണം അല്ലേ? തടസ്സങ്ങൾ വരാതിരിക്കാൻ എന്താ വേണ്ടത്? അനുഗ്രഹം വേണം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? പ്രകാശം. വിളിച്ചുകൊണ്ട് മാത്രമേ എത്തിനാക്കാൻ പറ്റൂ. അപ്പോൾ അനുഗ്രഹം ആവശ്യമാണ്. എന്തുകൊണ്ട് നമുക്ക് കഴിക്കണമെങ്കിലും അനുഗ്രഹം ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അനുഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. ആ വിരുദ്ധമായ ഭാവങ്ങളൊക്കെ മാറ്റി ആനന്ദത്തോടു കൂടിയുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ വളർന്നു തരാൻ വേണ്ടിയിട്ട് ആനന്ദം വളർന്നു തരാൻ വേണ്ടിയിട്ട് ആ ആനന്ദം വളർത്തുന്നതായ മൂർത്തിയെ ആരാധിക്കുകയാണ്. ആ ആനന്ദം വളർത്തുന്നതായ മൂർത്തി ഈശ്വരൻ. ആ ഈശ്വരൻ നമ്മൾ ആനന്ദിപ്പിക്കുക. നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതിനാണ് ഈശ്വരനെ ആനന്ദിപ്പിക്കുന്നതായ മാർഗം. നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ലേ? ഇതിനെയാണ് ഈശ്വരനെ ആനന്ദിപ്പിക്കുന്നതായ മാർഗം. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പൂജ, അത് തന്നെയാണ് പ്രാർത്ഥന, അത് തന്നെയാണ് പ്രവർത്തനം. അപ്പൊ നമുക്കിതിന്റെ ആവശ്യം മുന്നിലൊരു ഇരുട്ടിനെ മാറ്റണം. നമ്മളിപ്പോ നടന്നു പോകണ വഴിയില് രാവും പകലും ഉണ്ടല്ലോ അല്ലേ? പകലുമുണ്ട് രാത്രിയുമുണ്ട്. അപ്പൊ ഈ രാത്രി എങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പകലും ജീവിക്കാൻ എളുപ്പം, രാത്രി എങ്ങനെ ജീവിക്കാൻ പറ്റും? അതിനേക മാർഗം കുറഞ്ഞ സുഖമായല്ലോ. അങ്ങനെയാവരുത്. ഏത് ഇരുട്ടിലും ഉണർന്നിരുന്ന് നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയിൽ കൂടെ നമ്മൾ വെളിച്ചത്തിനെ കണ്ടെത്തണം. ഏത് പ്രയാസമാകുന്ന അന്തരീക്ഷമാണെങ്കിലും ആ പ്രയാസത്തിനെ അതിജീവിക്കാനുള്ളതായ ആ പ്രകാശം നമ്മളിൽ ഉണ്ടാകണം. ഇങ്ങനെ പ്രകാശം ഉണ്ടാകുക നാഗം മാണിക്യം മോഹി ഉണ്ടാക്കുന്നത് പോലെ പ്രകാശം ഉണ്ടാവുക. ശരിയല്ലേ? 10 പോലെയാണ് ഇന്നത്തെ നമ്മൾ ആഗ്രഹിക്കുന്നതായ ആനന്ദത്തിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കേണ്ട വിധം. നമ്മളൊരു ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിന്. ആ ആഗ്രഹം സ്വന്തമാവണമെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രമിക്കണം. നമ്മളൊന്നും ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചാൽ ഒന്നുമില്ലേ? നമ്മൾ നല്ലോണം പ്രവർത്തിക്കണമെന്ന് അല്ലേ? ഒരു കിണറുള്ള കിണറുള്ള വരുമോ? അല്ലോ ഇല്ല, പ്രവർത്തിച്ചാലേ കിണറുള്ള വരുമോ? നമ്മൾ കഠിനമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ ആധാരം. വിജയിക്കാൻ എന്താണ് കാരണം? ഒരു കുട്ടി ജയിക്കാൻ എന്താണ് കാരണം? ഉറപ്പൊഴിച്ചത് പഠിച്ചു. ആ പഠിച്ചതൊക്കെ പരീക്ഷയിൽ പകർത്തി അധ്യാപകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പകർത്തി കൊടുത്തു. അതാ കുട്ടി പാസ്സായി. അതുപോലെ നമ്മളും കഠിനമായിട്ട് പരിശ്രമിക്കുക. അത് നമുക്ക് കുറെ പാഠങ്ങൾ പഠിയും നമുക്ക്. അപ്പൊ നമ്മൾ ജയിച്ചു. അങ്ങനെ മറ്റുള്ളവർ നമ്മളോട് എന്താ ചോദിക്കുന്നത് നമുക്കറിയാലോ. ഒരാളിപ്പോ നമ്മളെ വഴിയിൽ നിന്ന് കണ്ടാൽ നമുക്ക് സുഖമാണോ അല്ലേ? ഇതിലേക്ക് സുഖമാണ്. ഒരാളെന്താ പറയാ? സുഖമാണ് അല്ലേ? അതോ സുഖമില്ല പറയാം? സുഖമാണ്. ഇതാണ് ആദ്യത്തെ കുഴപ്പം. നിങ്ങൾക്ക് സുഖത്തിൽ ജീവിക്കുന്നില്ല. അനുഗ്രഹമാകുന്ന സുഖത്തിലാണോ? അനുഭവമാകുന്ന സുഖത്തിലല്ല. അനുഭവങ്ങൾ കൊണ്ടുള്ള സുഖമുണ്ട്, അനുഗ്രഹം കൊണ്ടുള്ള സുഖമുണ്ട്. അനുഭവങ്ങൾ കൊണ്ടുള്ള സുഖം താൽക്കാലികം, കുറച്ച് സമയത്തേക്ക് മാത്രം. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും അല്ലെ? കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം. ഇതാണ് അനുഭവങ്ങൾ കൊണ്ടുള്ള സുഖം. പക്ഷെ അനുഗ്രഹം കൊണ്ടുള്ള സുഖമല്ല, ശാശ്വതമായ സുഖം. ശാശ്വതമായ സുഖം ആവശ്യമാണോ നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്? പല ആവശ്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കും. ആവശ്യമാണ്. അപ്പൊ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്നറിയാം, അത്യാവശ്യത്തിനോട് മാത്രമേ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത്യാവശ്യങ്ങളോട് മാത്രമേ ആഗ്രഹം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താണോ അത്യാവശ്യം